കർത്താവെ, ഓരോ കുഴിമാടത്തിൻ്റെ മുമ്പിലും കർത്താവെ, ഓരോ കുടുംബം ആശ മരിച്ചുപോയി, അതുപോലെ തന്നെ പ്രത്യാശ മരിച്ചുപോയി. കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും കൂടപ്പിറപ്പുമാരും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർ ഇന്നില്ല എങ്കിലും അവരെ എല്ലാം കൊണ്ട് കർത്താവ് ചില സമയത്ത് മനസ്സ് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് അങ്ങനെ വിങ്ങിപ്പോകും. കർത്താവെ, അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം നീ സ്പർശിക്കണം. കഴിഞ്ഞ കൊല്ലം ഈശ്വരൻ ഉണ്ടായിരുന്നവർ ഇന്ന് ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടം സഹിക്കവയ്യാതെ ഈശ്വര പോലും ഇങ്ങനെ കണ്ണീര് മുങ്ങുന്നവരുണ്ട് ഈശോയെ. അവരെ നീ പ്രത്യേകം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങൾ, സാമ്പത്തികമായും തൊഴിൽപരമായാലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ചിലർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലർ പണ്ടുണ്ടായിരുന്ന ഒത്തിരി പേര് കയറി ഇറങ്ങുന്ന വീടുകളായിരുന്നു, ഒത്തിരി പേര് സന്ധിക്കുന്ന വീടുകളായിരുന്നു. ഇപ്പോഴൊച്ചു പോലും ചോദിക്കാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ ഈസ്റ്ററിന് നീ കയറി ചെല്ലണമേ. അവിടെ മരിച്ച മനസ്സുകളെ അവിടെ മരിച്ച എല്ലാ ഇച്ഛാശക്തികളെ അവരെന്തിനു ജീവിക്കണമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിൻ്റെ ശക്തിയിലേക്ക് പ്രവർത്തിക്കട്ടെ. കർത്താവ് തിരുരത്വത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കട്ടെ. കർത്താവിന് ഉയർത്തുനിൽപ്പിൻ്റെ ശക്തിയാൽ അങ്ങനെയുള്ള നിരാശപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ജീവിതം തീർന്നുവെന്ന് വിചാരിക്കുന്ന എല്ലാ മക്കളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇന്നു മുതൽ എല്ലാം തുടങ്ങി വെക്കാനും അവരുടെ കൂടെ കൂടാൻ പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഈ പ്രാർത്ഥനയാൽ അയക്കുന്നു. കർത്താവ് നിന്ന് സന്ധിക്കുകയും സമാശ്വസിപ്പിക്കുകയും പുതിയൊരു ജീവിതവും പ്രത്യാശയും നൽകുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവ്വീശ്വരൻ നയിക്കുവാമേ.